ഹലോ ഗൈസ്, ഇതിൽ തെറ്റ് ആരുടെ കയ്യിലാണ്? കൊണ്ടുവന്ന ഡെലിവറി ബോയിന്റെ അടുത്താണോ, അതല്ല അത് സ്വീകരിക്കാനും വേണ്ടിയിരുന്ന നമ്മുടെ വീട്ടമ്മന്റെ അടുത്താണോ? തെറ്റൊന്ന് ആരടുത്താണ്? പരിപാടി എന്താണ്? ഞാൻ പൈസ തരാമെന്നപ്പോ താൻ മനഃപൂർവ്വം തരാതെ പോവുകയാണ്. ഞാനെന്തോ ഞാനെന്തെങ്കിലും പറഞ്ഞു എന്നോട്? ചേട്ടാ, ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുമ്പോ ഇങ്ങനെയാണ്. തനിക്കെന്താ കുഴപ്പം? എന്തുവാ? സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് സാധനം തരാതെ പോവുകയാണ്. ആമസോണ് സാധനം തരാതെ പോവുകയാണ്. ഞാൻ പൈസ എടുത്തോണ്ട് വന്നതാണ്, തന്നോട് ബാക്കി തരാനും പറഞ്ഞാണ്. ശബ്ദം കൂടിയെന്ന് പറഞ്ഞിട്ട് അതൊരു റീസൺ ആണോ? ആ, എന്റെ രീതി ഇങ്ങനെയാണ്. പൈസ തന്നിട്ടേ പൊട്ടിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞു. ഞാൻ പൈസ തരും, ബാക്കി തരാനാ പറഞ്ഞത്. എത്ര പൈസ? ഇത്ര ഞാൻ ഈ വീഡിയോ ഞാൻ ഏതായാലും ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ചെയ്യും. കാരണം താൻ കാണിച്ചത് ശരിയല്ല. താൻ കാണിച്ച പെരുമാറ്റം ശരിയല്ല. പൈസ തരാ, അത് ആദ്യം അവൻ പറഞ്ഞു പൈസ തരാതെ പൊട്ടിക്കാൻ പറ്റില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു ഓക്കെ പൈസ തരാം. പെട്ടെന്ന് ഞാൻ ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞോണ്ട് ഇവൻ ഇറങ്ങി പോകുന്നു, സാധനം തരുന്നില്ല എന്ന് പറഞ്ഞോണ്ട്. അതെന്ത് മര്യാദയാ? ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ ആരും ഇല്ല. പിന്നെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോ എടോ, ഏതൊരു സാധനം കൊണ്ടുവന്നാലും അത് പൊട്ടിച്ച് നോക്കണം. അത് അതിനകത്ത് സാധനം എന്താണ് ഞങ്ങൾ ഉദ്ദേശിച്ചാണോന്ന്. ഓക്കെ, താൻ അത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ പേയ്മെന്റ് തന്നിട്ടേ ഞാൻ പൊട്ടിക്കുള്ളൂ എന്ന്. ഇയാൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വെല്ലന്റെ പണ്ടൊക്കെ തീർക്കേണ്ട കാര്യമില്ല. സാധനം തന്നിട്ട് എടോ, ഇയാൾ പറഞ്ഞത് നിങ്ങളുടെ രീതിയായിരിക്കും. അതെനിക്ക് മനസ്സിലായി. ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ പൈസ തരാം. ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ പൊട്ടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോ തരത്തില്ല എന്ന് പറഞ്ഞപ്പോ ഓക്കെ പൈസ തന്നെ ബാക്കി തരാൻ ഞാൻ പറഞ്ഞു. എന്താ സമ്മതിക്കാതിരിക്കാതെ? നീ ഇവിടെ വന്ന് എന്റെ വീട്ടിൽ വന്ന് എന്നോട് പോക്കറ്റത്തരം കാണിക്കേണ്ട കാര്യമില്ല. എനിക്ക് സാധനം വേണോ താനും നീ പറഞ്ഞ പൈസ തരാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നീ എന്താ ഗുണ്ടായിസം കാണിക്കാണ് ഇവിടെ വന്ന്? അല്ല, നീ എന്താ ഗുണ്ടായിസം കാണിക്കാനാണോ ഉദ്ദേശം നിന്റെ? അല്ല, നീ തന്നെ പൊട്ടിച്ചു കാണിക്ക്. പിന്നെ നീ ഇത്രയും ഷോ കാണിക്കുമ്പോ നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നേ? അതല്ല, നീ ഇത്രയും ഷോ കാണിക്കേണ്ട കാര്യമില്ല. കാരണം ഈ വീട്ടിൽ വന്നിട്ട് കാരണം ഈ ഇത്രയും സ്ഥലത്ത് നിന്നിട്ട് നീ ഈ പോക്കറ്റത്തരം കാണിക്കണ്ട. ഞാൻ പൈസ തരാതെ ഞാൻ എങ്ങോട്ട് ഓടാനാടാ? ചേട്ടാ, എനിക്കത് മനസ്സിലായി. ഏതൊരു സാധനം വന്നാലും എനിക്കത് കൺഫേം ചെയ്യണം. നിങ്ങൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രൂവ് ചെയ്യുന്നേ? എനിക്ക് സൗണ്ട് കുറക്കേണ്ട കാര്യമില്ല. നിനക്ക് മനസ്സുണ്ടെങ്കിൽ തന്നേച്ചാ മതി. ഞാൻ വരാത്തല്ലോ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ തന്നേച്ചാ മതി. എനിക്ക് സാധനം വേണ്ടിട്ടാ ഞാൻ വിളിച്ചപ്പോ ഇറങ്ങി വന്നേ. സാധനം താദ്യം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും നീ ഇത്ര സംസാരിച്ച് എനിക്കത് പൊട്ടിച്ച് നോക്കി കൺഫേം ചെയ്തിട്ട് തരാൻ പറ്റത്തുള്ളൂ. എന്നാ നീ കൊണ്ടു. നീ ഇത്രയും പട്ടിഷോ കാണിച്ച സ്ഥിതിക്ക് നിന്റെ പ്രോപ്പർട്ടി എനിക്ക് വേണ്ട സാധനം. വേണ്ട, ഞാനിത് കംപ്ലൈന്റ് ചെയ്തോളാം. എന്റെ വീട്ടിൽ കയറി ഒന്ന്